രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് MLAയോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. നിരവധി പ്രവർത്തകർ കേസുകൾ ഉൾപ്പെടെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇത് മനോവീര്യത്തെ തകർക്കുന്നതാണ്, ബിജെപിയുടെ പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് MLAയോടൊപ്പം സഹകരിക്കരുത്, പൊതുവേദികളിൽ പങ്കെടുക്കരുത്, ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത്, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു, അതിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിൽ നൽകും. ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും. പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൗൺസിലർമാർ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ടെ ജനങ്ങളെ പോട്ടെ, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ? ഈ കേരളത്തിലെ ജനങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു, ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ, കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ടോ? അല്ല, ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ, അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല, ജില്ലയിൽ ഈ വിഷയം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടക്കേണ്ട വിഷയങ്ങളുണ്ട്. ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട്.